ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛന് അവസാനമായി എന്നെ കാണണമെന്ന് പറയാനാ ആദ്യമായി ഏറടിയെങ്കിൽ എന്റെ അടുത്ത് വന്നത്. ഏട്ടൻ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഇവരെ കൈവിടാൻ എനിക്ക് പറ്റില്ല ഏട്ടാ. മരിക്കുന്നതിന് മുൻപ് അച്ഛന് ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കാണണമെന്ന്. പക്ഷെ അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഏട്ടാ. ആ കടം വീട്ടി അച്ഛനെ സ്നേഹിക്കാൻ എനിക്കിവരേ ഉള്ളൂ. കൊള്ളാം, നല്ലൊരു നടിയതാ. എത്ര ബുദ്ധിപരമായിട്ടാ താനും ഇയാളും ചേർന്ന് ഞങ്ങളെ പറ്റിച്ചത്. വിദഗ്ധമായി എല്ലാം മറച്ചു വെച്ചത്. ഇത്രയും മിടുക്ക് എന്റെ ഭാര്യയ്ക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. മോനെ, താൻ മിണ്ടിപ്പോരുത്. തനിക്കെങ്കിലും സത്യം ഞങ്ങളോട് തുറന്നു പറയായിരുന്നില്ലേ? പകരം താൻ വേഷം കെട്ടി വൈദ്യരായി വന്ന് ഞങ്ങളെയൊക്കെ കള്ളക്കഥ പറഞ്ഞ് പറ്റിച്ചു. ഇനിയും താൻ വാ തുറന്ന പിന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഇതിന്റെ പേരിലാണല്ലേ സുധി എന്ന് പറയുന്ന ഒരുത്തൻ എന്റെ വീട്ടിൽ കയറി തോന്നിയസം കാണിച്ചത്? എത്ര വട്ടം തന്നോട് എല്ലാരും ആവർത്തിച്ച് ചോദിച്ചു അവൻ ആരാണെന്ന്. താനത് ആരോടും പറഞ്ഞില്ല. പകരം കള്ളത്തരങ്ങൾ ആവർത്തിച്ചു. സ്വാതി, നീ കള്ളം പറയുമെന്ന് വിശ്വസിക്കാൻ പോലും എനിക്കും അച്ഛനും ഗിരിക്കും ഒന്നും ഒരിക്കലും കഴിയില്ല. ആ ഞങ്ങളുടെ വിശ്വാസമാ നീ തകർത്തെറിഞ്ഞത്. മിസ്റ്റർ നീൽ, ഇവരുടെ അറസ്റ്റ് ബോധ്യപ്പെടുത്താനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഇനി നിങ്ങൾക്ക് പോവാം. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് തന്നെ ഞങ്ങൾ ഇവരെ കോടതിയിൽ ഹാജരാക്കും. സർ, ഈ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എനിക്കെന്തായാലും ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ സാറിന് ജാമ്യം കൊടുത്തൂടെ? അത് പറ്റില്ല. ഇനി ആശുപത്രി കിടക്കുന്നവൻ ചാകുമോ ജീവിക്കുമോ എന്ന് ആദ്യം അറിയട്ടെ. അതുവരെ ഇവർ റിമാൻഡിൽ കിടക്കട്ടെ. കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഇവരെ ജാമ്യത്തിൽ എടുക്കാം. അത് പറ്റില്ലല്ലോ സാർ. ഇപ്പൊ ഇവളെ ജയിലിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾക്ക് സാറ് ജാമ്യം കൊടുത്തേ പറ്റൂ. നീ പേടിക്കണ്ട. ആപത്തിൽ സഹായിക്കുന്നവളാ ഈ വേദ. നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിച്ചിരിക്കും. വേണ്ട, നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ പറയില്ലേ സ്വാതി. നീ അകത്തു പോയാ പിന്നെ ഞാൻ ആരോട് പ്രതികാരം ചെയ്യും? സർ, ഇവർ രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. എനിക്ക് ഇവളെ ജാമ്യത്തിൽ കിട്ടിയേ പറ്റൂ. വക്കീലേ, അതങ്ങ് കൊടുത്തേക്ക്. അതൊന്നും എടുക്കേണ്ട വക്കീലേ, അത് നടക്കില്ല. ഇവർക്ക് ഈ കേസിൽ ഞാൻ ജാമ്യം തരില്ല. അങ്ങനെ പറയല്ലേ സർ. എനിക്കിവരെ ജാമ്യത്തിൽ കിട്ടിയേ പറ്റൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ വക്കീലേ? നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് പോകാൻ നോക്ക്. ഇല്ല സർ, ഞാൻ സ്വാതിയും കൊണ്ടേ ഇവിടുന്ന് പോവും. സാറ് തന്നെ സ്വാതിക്ക് ജാമ്യം തരും. എനിക്ക് ഉറപ്പാ. ആരുമില്ലാതെ എവിടെയോ കിടന്ന ഒരുത്തി പെട്ടെന്നൊരു ദിവസം
ലോകം ആരാധിക്കുന്ന പാട്ടുകാരന്റെ മകളായി മാറാൻ ഇതെന്താ അറബിക്കഥയോ? അതിന്റെ കൂടെ 2 കുട്ടികളും. ഇതെന്തോ വലിയ കള്ളക്കഥയാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ വേറൊരു കള്ളനും ഏറാടി. ആദ്യം അയാള് വൈദ്യനായിട്ട് അവതരിച്ചു, സ്വാതിയായിട്ട് അടുപ്പം കൂടി. നമ്മളെല്ലാം പറഞ്ഞു പറ്റിച്ച് രഹസ്യമായി നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ചെയ്തു. അന്നൊരു ദിവസം ഏറാടി സ്വാതിയടുത്തിയും തമ്മില് കുട്ടികളുടെ കാര്യം സംസാരിക്കുന്ന കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇവർ തമ്മിൽ എന്തോ കള്ളക്കളിയുണ്ടെന്ന്. ഇപ്പൊ അത് സത്യമായില്ലേ? എന്തൊക്കെ നാടകങ്ങളായിരുന്നു അവൾ ഈ വീട്ടിൽ നടത്തിയത്. എന്റെ രാജീവേട്ടനെ ഒരുത്തം വന്ന് തല്ലി ചതച്ചു. നമ്മുടെ 2 പേരുടെയും ദേഹത്ത് കൈവച്ചു. അതെല്ലാം ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവരെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക വേണ്ടത്. അവരാ പിള്ളേരുടെ കൂടെ പോയി താമസിക്കട്ടെ. നന്ദിനി, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. സ്വാതി എവിടുന്ന് ഇറക്കി വിടണമെന്ന് പറയാൻ നിനക്കെന്ത് അധികാരം? ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറക്കി വിടണമെങ്കിൽ ആദ്യം അത് നിന്നെ തന്നെയാ. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാം? നിന്നെ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം തന്നെ ഇറക്കി വിടാനുള്ള കാര്യങ്ങൾ നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ വിസ്തരിക്കണോ? സ്വാതിയോട് പറഞ്ഞതെല്ലാം ഞാൻ ഗിരിയോട് പറയട്ടെ എന്ന്. സ്വാതിയുടെ കാര്യത്തിൽ അവളിതൊക്കെ നമ്മളോട് മറച്ചു വെച്ചത് തെറ്റ് തന്നെയാ. പക്ഷേ അതാ പാവം കുട്ടികളെ രക്ഷിക്കാനായിരുന്നു. അതാ അവളുടെ നന്മ. സ്വാതി ശ്രീനിവാസൻ എന്ന വലിയ പാട്ടുകാരന്റെ മകളാണെന്ന സത്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. കാരണം മനസ്സ് നിറച്ച് അവളോടുള്ള കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ആണല്ലോ. വല്യച്ഛൻ അല്ലെങ്കിലും അവളെ ന്യായീകരിക്കുമെന്ന് എനിക്കറിയാം. സത്യം ഇതാണെങ്കിൽ അവൾ എന്തുകൊണ്ടാ ഇത് നേരത്തെ പറയാതിരുന്നത്? ഞങ്ങളോട് പറഞ്ഞില്ലെന്നുള്ളതോ പോട്ടെ, സ്വന്തം ഭർത്താവിനോട് പോലും മറച്ചു വെച്ചില്ലേ? അത് ശരിയാണെന്ന് വല്യച്ഛന് തോന്നുന്നുണ്ടോ? അത് തെറ്റ് തന്നെയാ, അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ അവൾ ഈ സത്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുമായിരുന്നോ? അവളുടെ ഭർത്താവ് അത് അംഗീകരിക്കുമായിരുന്നോ? ഏറാടി വൈദ്യരായിട്ട് വന്നതും കള്ളം പറഞ്ഞതുമൊക്കെ ആരെയും ദ്രോഹിക്കാനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ തെറ്റ് ക്ഷമിച്ചത്. അല്ലെങ്കിൽ സ്വാതി എടുത്തിയുടെ കാര്യത്തില് വല്യച്ഛന് ഞങ്ങളോടൊരു തരംതിരിവ് പണ്ടേ ഉള്ളതാ. വലിഞ്ഞു കയറി വന്നവരെ പോലെ ഞങ്ങളോട് പെരുമാറി. അടിച്ച നിന്റെ കരണം പോകെ ഞാൻ അഹങ്കാരി. വലിയ കണ്ടുപിടുത്തം കൊണ്ട് വന്നിരിക്കുന്നു. നീയും സ്വാതിയും തമ്മിലുള്ള വ്യത്യാസം ഇതാ, ജന്മഗുണം. മനസ്സിലായോ? ഏതോ അഴുക്ക് ജാലി കിടന്ന് നിന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നത് സ്വാതിയുടെ ഒറ്റ വാക്കിന്റെ ബലത്തിലാ. നിന്റെ ഇവിടത്തെ ഇപ്പോഴത്തെ ജീവിതവും അവളുടെ വാക്കിന്റെ ബലത്തിൽ തന്നെയാ. മനസ്സിലായോടി? കേറിപ്പോവാൻ. ഇത് നല്ല കൂത്ത. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തല്ലുന്ന ഏർപ്പാടാ വല്യച്ഛൻ ഇപ്പൊ കാണിച്ചത്. സ്വാതിയെ ചീത്ത പറയുന്നതിന് പകരം ആ പാവത്തിന്റെ മെക്കിട്ട് കയറുന്നു. കഷ്ടം തന്നെ. മിണ്ടരുത്. അടുത്ത അടി കിട്ടുന്നത് നിനക്കായിരിക്കും. കല്യാണം കഴിപ്പിച്ച് വിട്ടതാ നിന്നെ. ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ നിനക്ക് ഇവിടുന്ന് കെട്ടിപ്പറക്കി പോണ്ടി വരും. പറഞ്ഞേക്കാം, നിനക്ക് മാത്രമല്ല നിന്റെ ആ ഭർത്താവിനും. സ്വാതിയെ ചോദ്യം ചെയ്യാൻ തൽക്കാലം ഇവിടെ അവളുടെ ഭർത്താവുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് ഞാനും ഉണ്ട്. അവളൊരു വലിയ മനുഷ്യന്റെ മകളാണെന്ന് അറിഞ്ഞത് ഞങ്ങൾക്കെല്ലാം അഭിമാനം തന്നെയാ. പൊയ്ക്കോണന്റെ മുമ്പിൽ നിന്ന് കയറിപ്പൊടി. വല്യച്ഛ, അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകളായിരുന്നു സ്വാതിയടുത്തി. എന്തായാലും നമ്മുടെ വീടിന് ഇതൊരു അഭിമാനം തന്നെയാ. സത്യമാ മക്കളെ, നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലായല്ലോ, അത് മതി. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ആരാന്ന് ചോദിച്ച് അവളെ അധിക്ഷേപിക്കാനായിരുന്നല്ലോ ഇവിടെ പലർക്കും തിടുക്കം. സ്വാതി, ആ സുധിയുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ. അതിനെ എന്തറിയാനാ? ഒന്നുകിൽ അയാളെ രക്ഷപ്പെടും, അല്ലെങ്കിൽ മരിക്കും.
മരിച്ചാൽ ഞാൻ ജയിലിൽ പോവും. എനിക്കതില് ഭയമൊന്നുമില്ല. തനിക്ക് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ ടെൻഷൻ അടിക്കുന്ന മുഴുവൻ ഞാനല്ലേ. സർ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ആ കാറിലുള്ള ഒരാൾക്ക് ഒരു ലിഫ്റ്റ് തന്ന വലിയ ഉപകാരമായിരിക്കും. ശരി, വരാൻ പറയൂ. താങ്ക് യു സർ. ഓക്കെ. സ്വാതി, ഇനി പോവാം. ഇറങ്ങടി. നിനക്ക് ലിഫ്റ്റ് തരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ അല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്താ നിന്റെ ഉദ്ദേശം? ആളുകൾ ആവശ്യപ്പെടാതെ അവർക്ക് സഹായം കൊണ്ട് നടക്കലാണല്ലോ നിന്റെ ജോലി. ഞാൻ ഇനിയും നിന്നെ സഹായിക്കും. കാരണം എനിക്ക് നിന്നെ വേണം. നീൽ, വണ്ടി വിട്. നോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി? അതെന്തിനാടി നീ അറിയുന്നത്? ഞാൻ അറിയണമല്ലോ. എന്റെ ജാമ്യത്തിലല്ലേ സ്വാതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചത്. എന്തെങ്കിലും അബദ്ധം കാണിച്ചാ തൂങ്ങുന്നത് ഞാനായിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരെ ചതിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല. എന്തായാലും ഞങ്ങൾ കാരണം നീ തൂങ്ങേണ്ടി വരില്ല. ബുദ്ധിയുടെ കാര്യത്തില് നിന്നെ വെല്ലാൻ ആരും വരില്ല. അതുകൊണ്ടാ ഞാനിതൊന്ന് സൂചിപ്പിച്ചത്. ഇനി പൊയ്ക്കോ. എന്റെ കാരുണ്യത്തിലാ നീ രക്ഷപ്പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ശത്രുക്കളോട് ഒറ്റയ്ക്ക് പൊരുതി അവരെ പരാജയപ്പെടുത്തി നേടുന്നതിലാ ഒരു ത്രില്ല്. വേദയ്ക്ക് അന്നും ഇന്നും ശീലവും അതാ. പക്ഷേ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായി കാണാതിരുന്ന അതൊരു മണ്ടത്തരമായി പോവുമെന്നാ ഇപ്പൊ എന്റെ സംശയം. മാഡം, ആരെക്കുറിച്ചായി പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ കൊള്ളാം, ആ സുധി. അവനെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. കശാപ്പ് കത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ഒരു മൂരിയുടെ വീറും വാശിയും അവന്. കണ്ണും മൂക്കും നോക്കാതെ എവിടെ കേറിയും എന്തും കുത്തിമറിക്കാൻ കഴിയുന്ന ഒരു കരുത്തൻ. മാഡം എന്താ പറഞ്ഞു വരുന്നത്? ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാത്തവനെയൊക്കെ നമ്മുടെ കൂടെ കൂട്ടിയ അത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. മാത്രമല്ല, മാഡത്തിന്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ ഇപ്പൊ ഞാനും കൂടെ ഇല്ലേ? ഡാനി, നിന്നോളം എനിക്ക് ആരും വരില്ല. അത്തരമൊരു ചിന്ത പോലും എനിക്കില്ല. നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതോർത്ത് നിനക്ക് ടെൻഷൻ വേണ്ട. ഞാൻ പറഞ്ഞത് നമ്മുടെ ശത്രുവിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഉപകരണത്തെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വിട്ടാ പിന്നീട് ആ മണ്ടത്തരത്തെ ഓർത്ത് നമുക്ക് തലേ കൈവയ്ക്കാൻ ഇടവരരുത് എന്നാണ്. എനിക്ക് കാര്യം അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. മാഡം എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ഡാനി, അവന്റെ ഉള്ളിൽ സ്വാതിയോട് നല്ല പകയുണ്ട്. അത് നമ്മൾ അങ്ങൂതി കത്തിക്കണം. അവന്റെ പിന്നിൽ ഒരു സഹായമായി, പ്രകോപനമായി, അവന്റെ ഉള്ളിലെ തീ ആളി കത്തിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റായി നമ്മൾ മാറണം. ബാക്കിയൊക്കെ അവൻ ചെയ്തോളും. കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് അല്ലേ മാഡം? There you are. അത് തന്നെയാണ് എന്റെ ലക്ഷ്യം.
കേറ്. കേറ് മക്കളെ. വാ മക്കളെ. മക്കളെ, ഇനി ഇത് ചേച്ചിയമ്മയുടെ മാത്രം വീടല്ല, നിങ്ങളുടെയും കൂടി വീടാ. ആഹാ, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? ഇന്നലെ വന്നപ്പോ രണ്ടാളോടൊന്നും മിണ്ടാൻ പറ്റിയില്ല. വാ ചോദിക്കട്ടെ. ചെല്ലു മക്കളെ. വാ മക്കളെ. ഹലോ. അച്ഛാ, ഇന്നലെ ഇവരിവിടെ വന്നപ്പോ നമ്മളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നല്ലോ. സ്വാതിയുടെ അനിയത്തിമാരെന്ന് പറയുമ്പോ അവര് എന്റെ അനിയത്തിമാരല്ല അച്ഛാ. അപ്പൊ പിന്നെ ഏട്ടനായ ഞാൻ ഇവരോട് ഇന്നലെ ചെയ്ത തെറ്റ് അത് ഇന്നങ്ങ് തിരുത്തിയേക്കാന്ന് കരുതി. അതാ കയ്യോടെ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. എന്തായാലും രണ്ടുപേരും അച്ഛനെ പറ്റിയ കക്ഷികളാ. നല്ല പാട്ടുകാരാ അച്ഛാ. അത് പിന്നെ അച്ഛന്റെ ഗുണം കിട്ടാതിരിക്കോ അല്ലേ മക്കളെ? എന്റെ മോളങ്ങ് ക്ഷീണിച്ചു പോയി. മൊത്തത്തിൽ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കുടിച്ചേ. നന്ദിനിയാണല്ലോ. എന്താടി, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെ, ഇപ്പൊ വന്ന നല്ല സുന്ദരമായ ഒരു കാഴ്ച കാണാം. എന്ത് കാഴ്ചയാടി? അവിടെ എന്താ വല്ല ഉത്സവം നടക്കുന്നുണ്ടോ? ആ, ഒരു തരത്തിൽ ഇതൊരു ഉത്സവം തന്നെയാ. അല്പം മുന്നേ ഇവിടെ നടന്നത് ഒരു പടിയേറ്റ് ചടങ്ങാ. പടിയേറ്റ് ചടങ്ങോ? നീ എന്താ ഭ്രാന്ത് പറയുവാണോ? നേരത്തെ ഭ്രാന്ത് കാണിച്ചിരുന്നത് സ്വാതി എടുത്തി മാത്രം. ഇപ്പൊ അവരുടെ ഭർത്താവിനും ഭ്രാന്ത് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയുടെ മൂത്ത ആങ്ങളൊക്കെ. ദേ പെണ്ണെ, ഇങ്ങനെ തൊട്ടും തൊടാതെയും കാര്യം പറയാതെ നേരെ ചൊവ്വേ കാര്യം പറ. ആരെ പടിയേറ്റിന്നാ നീ പറയുന്നേ? സ്വാതി എടുത്തേ അവരുടെ അനിയത്തിമാരെ വീട്ടിൽ വിളിച്ച് കയറ്റിയെന്ന്. രാവിലെ ഒരുങ്ങി കെട്ടി ഭാര്യയും ഭർത്താവും കൂടി പോയത് എങ്ങോട്ടാന്ന വിചാരം? ആ കൊച്ചുങ്ങളെ രണ്ടിനും ഇങ്ങോട്ട് കെട്ടിയെടുക്കാനാ. അപ്പുറത്ത് കൊച്ചുങ്ങളും കെട്ടിപ്പിടിച്ചോണ്ട് പാട്ടും പാടി ഇരിക്കുക. ആകെ ഉത്സവം തന്നെയാണെന്ന് ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ? എന്തൊക്കെയാ നന്ദിനി അവിടെ നടക്കുന്നേ? അവക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കാം, പക്ഷെ ഈ നീലിത് എന്ത് ഭാവിച്ച? ആ പിള്ളേരെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ ആ പിള്ളേര് നീലിന്റെ ആരാ? അതൊന്നും എനിക്കറിയില്ല. ചേച്ചി വന്ന് നേരിട്ട് ചോദിച്ചാ മതി. ആ, ഞാൻ വെക്കോ. മതി, ഇത്ര മതി. ബാക്കി ഗൗരി ചേച്ചി നോക്കിക്കോളൂ. കണ്ടവരുടെ കൊച്ചുങ്ങളെ വീടിനകത്ത് കയറ്റാനും മടിയിലിരുത്തി കൊഞ്ചിക്കാനും ഒന്നും ആർക്കും ഒരു മടിയുമില്ല. പെലിച്ച, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എന്താ? ഞാനും ഗിരിയും ഒക്കെ ഇവിടുത്തെ ആരാ? അനിയന്റെ മക്കളാണെന്നും പറഞ്ഞ് ഇത്രയും കാലം വല്യച്ഛ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഞാനിപ്പോ ക്ഷേത്രത്തിൽ പോയി ആ സിദ്ധനെ കണ്ടിട്ടാ വരുന്നത്. അയ്യോ മഹേഷേട്ടാ, ഞാനൊന്നും അറിഞ്ഞതല്ല, സത്യം. ഇവള് ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരൊറ്റ വരവായിരുന്നു. എന്റെ കൈയും പിടിച്ചൊരൊറ്റ പോക്ക അമ്പലത്തിന്റെ മുമ്പിൽ ചെന്ന് സിദ്ധന്റെ അടുത്ത് ചെന്ന ഇവളെ നിന്നത്. മോളെ ഗൗരി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേ, ഞാൻ ഇനി കുഞ്ഞുങ്ങൾ വന്നതിന്റെ സന്തോഷത്തിലാ. അത് നീയായിട്ട് കളയല്ലേ മോളെ. സന്തോഷം പോലും. എന്റെ നെഞ്ചു പൊള്ളുന്ന സങ്കടത്തിന് മുകളിൽ ചവിട്ടി നിന്നിട്ട് ഇവിടെ ആരും സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.